നന്ദിനി, നന്ദിനി, താൻ എന്തേ കാണിക്കുന്നേ? സർ, ഇവിടെ പാർട്ടി നടക്കാനുള്ളതല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ. എടോ, തന്നോട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ? അവിടെ എല്ലാവരും തന്നെ കാത്തു നിൽക്കുക. വാ. വേണ്ട സർ, ഞാൻ അവിടെ വന്നാ ഇവിടെയുള്ള പലരുടെയും സന്തോഷം ഇല്ലാതാവും. അത് വേണ്ട സർ. നന്ദിനി, തന്നെ ആരെങ്കിലും കരുതി കുട്ടി ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാണോ, അതോ സ്വന്തം ഇഷ്ടത്തിന് വന്നാണോ? ഇവിടെ ജോലിയുള്ളതുകൊണ്ട് ഞാൻ വന്നതാ സർ. കള്ളം. കരുതി കുട്ടി തന്നെ മാറ്റി നിർത്തിയതാ. താനിങ്ങോട്ട് വന്നേ. എല്ലാം കഴിയാറായില്ലേ സർ? ഞാനില്ലെങ്കിൽ ഇത് സന്തോഷത്തോടെ അവസാനിക്കും. സാർ അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ യതീന്ദ്രൻ സാറിനത് വിഷമാവും. താൻ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കൂടെയായിരുന്നു. സത്യത്തില് ആ സമയത്ത് താൻ എവിടെയാണെന്ന് നോക്കാൻ ഞാൻ മറന്നുപോയി. താൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സോറി, താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. സർ, ഞാനൊന്ന് പറയുന്ന കേക്ക്. ഇത് പത്മ മാഡത്തിന്റെ മക്കളുടെ സന്തോഷം. അവിടെ ഞാനുണ്ടാവേണ്ട കാര്യമില്ല. നന്ദിനി, നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ ഇത്രയും പേര് നിങ്ങൾ കേക്ക് കിട്ടിയാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ കാത്തിരിക്കുന്ന വെറും ഒരു വേലക്കാരിയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ നാണം കെടുത്തണോ ഈ കുടുംബത്തെ? പത്മ, ഇതല്ല, ഇതിലും വലിയ സിറ്റുവേഷൻ ഉണ്ടായാലും എന്റെ മനസ്സിന് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഒരു വേലക്കാരിയുടെ തലത്തിൽ നിന്ന് ഒരല്പം പോലും നന്ദിനി പത്മയുടെ മനസ്സിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ലായിരിക്കും. പക്ഷേ നന്ദിനി എനിക്ക് പ്രിയപ്പെട്ട മരുമകളാണ്. ഫംഗ്ഷൻ നടക്കുമ്പോ അവൾ ഇവിടെ നമ്മുടെ ഇടയിൽ ഉണ്ടായേ പറ്റൂ. നന്ദിനി, തന്നോട് ഞാൻ വരാനല്ലേ പറഞ്ഞേ? വേണ്ട സർ. വരാനല്ലേ പറഞ്ഞേ? വേണ്ട സർ. വരാൻ സർ. വാങ്ങിക്കോട്ട്. അച്ഛാ, നന്ദിനി വന്നു. ഫ്രണ്ട്സ്, ഹിയർ ഈസ് മൈ വൈഫ് നന്ദിനി. നന്ദിനി സൂര്യ. വാ. എവിടെയായിരുന്നു മോളെ നീ? നീ ഇല്ലാതെ അച്ഛനെ കേക്ക് കട്ട് ചെയ്യൂ. വാ, ഇങ്ങോട്ട് കയറി നിൽക്ക്. പത്മ, താൻ എന്തായി കാണിക്കുന്നേ? ഈ ഫംഗ്ഷനിൽ ഇവളെക്കാൾ കുറഞ്ഞ പ്രാധാന്യമല്ലേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ എനിക്കോ എൻ്റെ മക്കൾക്കോ താല്പര്യമില്ല. എന്താ എൻ്റെ ഇത്? ആളുകളൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? നീ ആരാ? നീ എന്തിനാ ഇതിൽ സംസാരിക്കുന്നത്?
നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ? പാടി. സർ, പത്മ മേഡത്തിനോട് പോരുതെന്ന് പറ. സർ, പറ സർ. പത്മ, മാഡം 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 പോരുത്. ഞാൻ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ മാറി നിൽക്കാം. മാഡം, ഇത് സാറിന്റെ പിറന്നാളാ. അതൊരു കുറവില്ലാതെ പൂർത്തിയാവണം. പോലെ മാഡം. മാറി നിക്കടി ഇങ്ങോട്ട്. ദേ, ഈ കുടുംബത്തില് ഞങ്ങളെക്കാൾ പ്രാധാന്യം നിനക്കാണെങ്കിൽ ഡാഡി നിന്റെ കൂടെ നിന്ന് കേക്ക് കെട്ടിയേട്ടെ. ഞങ്ങളെ ഡാഡിയുടെ മക്കളാ. ഞങ്ങളുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചാ ഡാഡി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മിയുടെ തീരുമാനം വലുത്. ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇല്ലാതങ്ങ് കേക്ക് കട്ട് ചെയ്താ മതി. മാറി നിക്കടി. മോളെ നന്ദിനി, അച്ഛന്റെ പിറന്നാള് അച്ഛനെ സ്നേഹിക്കുന്നവര് ചുറ്റും നിന്നാ നടത്തേണ്ടത്. അതിന് സൗകര്യമില്ലാത്തവരെ ഇനി നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. മോള് വരും. വാ മോളെ, വാ. നിങ്ങളെല്ലാരും വാ വാ വന്ന്. മോളെത്തിയ എല്ലാവരും ക്ഷമിക്കണം. ഇത്രയും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തില് ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപമാനിക്കപ്പെട്ടതുപോലെ തോന്നിയെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ മകനും മകളും എന്റെ ഇരുവശവും ഉണ്ട്. അവരോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to